ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദി ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് കാശ്മീരി ചിക്കൻ ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ഡിഷാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരിക്കും എന്ന് ഞാൻ ആദ്യം തന്നെ ഉറപ്പ് പറയുന്നു. ഇത് ചുമ്മാ ഇരുന്ന് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇതെങ്ങനെയാ റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇതിനായി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ചിക്കനെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് കാശ്മീരി ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കാശ്മീരി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്കും ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.